മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ കെന്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 292 എപ്പിസോഡിൽ നാറ്റർമ്യൂർ എന്ന അധ്യായത്തിന്റെ 4ാം ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഈ ഭാഗത്ത് നാറ്റർമ്യൂറിന്റെ ചില്ലിനെ കുറിച്ച്, തേഴ്സ്റ്റിനെ കുറിച്ച് ഒക്കെയുള്ള ഭാഗങ്ങളാണ് ഇതിൽ പറയുന്നത്. പക്ഷെ അതിനേക്കാൾ ഉപരിയായി ഈ ഒരു ഭാഗം പ്രധാനമായിട്ടും നാറ്റർമ്യൂറിന്റെ ഒരു പശ്ചാത്തലം പറഞ്ഞുകൊണ്ട് ഹോമിയോപ്പതിയിലെ ചില ഫണ്ടമെന്റൽ തിയറട്ടിക്കൽ പ്രിൻസിപ്പിൾസ് ആണ് കെന്റിയുടെ വിശദീകരിക്കുന്നത്. ഔഷധങ്ങളുടെ പ്രവർത്തന രീതിയെക്കുറിച്ച്, ഒരു ക്രോണിക് മെഡിസിൻ പ്രവർത്തിക്കുന്ന വേഗതയെക്കുറിച്ച്, അങ്ങനെ റിയൽ പ്രാക്ടീസിൽ വളരെയധികം ആവശ്യമായ വളരെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻസ് ഉള്ള തെറാപ്യൂട്ടിക്കൽ പ്രിൻസിപ്പിൾസ് ആണ് കെന്റ് കൂടുതലും ഈ ഒരു ഭാഗത്ത് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, നമുക്കത് ശ്രദ്ധിക്കാം. ഒബ്സർവ് ദ റാപ്പിഡിറ്റി വിത്ത് വിച്ച് റെമഡീസ് എഫക്ട് ദ ഹ്യൂമൻ സിസ്റ്റം. ഒരു ഔഷധം മനുഷ്യന്റെ ജീവനിൽ പ്രവർത്തിക്കുന്നതിൻ്റെ വേഗത, ചിലത് സാവകാശമാകാം, വേഗത്തിലാകാം, സാഹചര്യം അനുസരിച്ച് അത് വ്യത്യാസം വരാം. അപ്പോൾ ആ ഒരു റാപ്പിഡിറ്റി, ആ ഒരു വേഗത, ഔഷധത്തിൻ്റെ പ്രവർത്തന വേഗത നിങ്ങൾ നിരീക്ഷിക്കുവിൻ എന്നുള്ളൊരു ആഹ്വാനമാണ് കെന്റ് ഇവിടെ ആരംഭമായിട്ട് തന്നെ തരുന്നത്. ദർ ആർ സം ദാറ്റ് ആർ ലോങ് ആക്ടിങ്, ഡീപ്പ് ആക്ടിങ്. ചില ഔഷധങ്ങൾ സുദീർഘമായി പ്രവർത്തിക്കുന്നതുകൊണ്ട് ആ വ്യക്തിയുടെ ജീവനിലേക്ക് ആഴത്തിൽ കടന്നു ചെല്ലുന്നതുകൊണ്ട്. നാറ്റർമ്യൂർ ഇസ് വൺ ഓഫ് ദീസ്. ഈ പറയുന്ന കൂട്ടത്തിലോട്ടാണ് നാറ്റർമ്യൂർ. അതായത് സുദീർഘമായി പ്രവർത്തിക്കുന്നു, വളരെ ആഴത്തിലേക്ക് കടന്നു ചെല്ലുന്നു. ഇറ്റ് ഓപ്പറേറ്റ്സ് വെരി സ്ലോലി, ബ്രിങ്ങിങ് അബൌട്ട് ഇറ്റ്സ് റിസൾട്ട്സ് ആഫ്റ്റർ എ ലോങ് ടൈം, ആസ് ഇറ്റ് കറസ്പോണ്ട് ടു കംപ്ലൈൻസ് ദാറ്റ് ആർ സ്ലോ, ദാറ്റ് ആർ ലോങ്ങിങ് ആക്ഷൻ. അപ്പോൾ സാവകാശം എന്നുള്ള ഒരു, പതുക്കെ എന്നുള്ളൊരു തനത് സ്വഭാവം കാണിക്കുന്ന പ്രശ്നങ്ങളിലാണ് നാറ്റർമ്യൂർ കൂടുതലും ആപ്ലിക്കബിൾ ആയിരിക്കുന്നത്. പക്ഷേ ആ പ്രവർത്തനം സുദീർഘമായി അയാളുടെ ജീവിതത്തിൽ, അയാളുടെ ജീവനിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഔഷധം കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രവർത്തനം വളരെ സാവകാശമായിരിക്കും. ഇന്ന് കൊടുത്ത് നാളെ റിസൾട്ട് കാണണമെന്നില്ല. ഇനി അതിൻ്റെ ഫലങ്ങൾ പുറത്തു വരുന്നത് ഒരു നീണ്ടൊരു കാലത്തിന് ശേഷമായിരിക്കും. അപ്പോൾ കാത്തിരിക്കണം. ആ തരത്തിലുള്ള നിർദ്ദേശങ്ങൾ രോഗികൾക്ക് കൊടുക്കുകയും വേണം. അത് കാരണം വെച്ചാൽ അത് കറസ്പോണ്ട് ചെയ്യുന്നത് നാറ്റർമ്യൂർ എന്നുള്ള പൊട്ടൻസൈസ്ഡ് ഔഷധത്തിൻ്റെ പ്രവർത്തനം കറസ്പോണ്ട് ചെയ്യുന്നത്, ഒരു പൊട്ടൻസി ഔഷധത്തിലുള്ള ക്യൂറേറ്റീവ് ഫോഴ്സ്, ക്യൂറേറ്റീവ് എഫക്റ്റ് ഒരു സവിശേഷ അവസ്ഥയിലുള്ള വൈറ്റൽ ഡിറേഞ്ച്മെന്റുമായിട്ട് മാത്രമേ കറസ്പോണ്ട് ചെയ്യുള്ളൂ. ഒരു സൾഫർ പേഷ്യന്റിന് നാറ്റർമ്യൂർ കൊടുക്കുന്നൊരു കാര്യമില്ല. അപ്പോൾ ആ കറസ്പോണ്ടൻസ് നടക്കണമെങ്കിൽ അവ തമ്മിലുള്ള ഒരു വൈറ്റൽ ലെവലിലുള്ള, അല്ലെങ്കിൽ വൈറ്റൽ ഡിറേഞ്ച്മെന്റിന്റെയും വൈറ്റൽ ഹീലിംഗിന്റെയും ലെവലിലുള്ള ഒരു കറസ്പോണ്ടൻസ് നടക്കണം. അങ്ങനത്തെ ഒരു കറസ്പോണ്ടൻസ് നടക്കുന്നത് സാവകാശം വരുന്ന പ്രശ്നങ്ങളിൽ, സാവകാശം ആ രോഗിയിൽ വരികയും നിലനിൽക്കുകയും ദീർഘകാലം നിലനിൽക്കുന്ന പ്രശ്നങ്ങളുമായിട്ടാണ് നാറ്റർമ്യൂർ കറസ്പോണ്ട് ചെയ്യുന്നത്. അതുമായിട്ടാണ് അത് താതാത്മ്യം പ്രാപിക്കുകയും പ്രതിപ്രവർത്തനം നടത്തുകയും ചെയ്തത്. പക്ഷെ നീണ്ടു നിൽക്കും. ഇനി അതിൻ്റെ ഒരു വിശദീകരണം, ഇതുകൊണ്ടൊരു ആശയക്കുഴപ്പം ഉണ്ടാകരുത് എന്നുള്ളൊരു വിശദീകരണം. ദിസ് ഡസ് നോട്ട് മീൻ ദാറ്റ് ഇറ്റ് വിൽ നോട്ട് ആക്ട് റാപ്പിഡ്ലി. വളരെ വേഗം പ്രവർത്തിക്കില്ല എന്നിതുകൊണ്ട് അർത്ഥമില്ല. സാവകാശം പ്രവർത്തിക്കുകയും സുസ്ഥിരമായി നിലനിൽക്കുകയും ചെയ്യുന്ന പ്രശ്നങ്ങളോടാണ് ഇത് കറസ്പോണ്ട് ചെയ്യുന്നതെങ്കിൽ പോലും അതിൻ്റെതായ തനതായ സാഹചര്യങ്ങളിൽ ഒരു സിമിലിയുമാണെങ്കിൽ, അതിവേഗം പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമാണെങ്കിൽ അവിടെ പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പോൾ അത് ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. അത് നാറ്റർമ്യൂറിന്റെ ഒരു സാഹചര്യത്തിലാണ് പറയുന്നതെങ്കിലും ഇത് പൊതുവെ ബാധകമാണ്. ഓൾ റെമഡീസ് ആക്ട് റാപ്പിഡ്ലി. എല്ലാ ഔഷധവും, വളരെ സ്ലോ എന്ന് പറയുന്ന ഔഷധം പോലും കറക്റ്റ് കറസ്പോണ്ടൻസിന്റെ ലെവലാണെങ്കിൽ, ഈ കറസ്പോണ്ടിങ് എന്ന് പറയുമ്പോൾ നമുക്കവിടെ അതിന്റെ സിമിലിമം എന്ന് വായിക്കാം. സിമിലിമം ആണെങ്കിൽ, സഫീഷ്യൻ്റ്ലി സിമിലർ ആണെങ്കിൽ, അത് ഒരു സ്ലോ ആക്ടിങ് റെമഡി ആണെങ്കിൽ പോലും അതിൻ്റെതായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ വളരെ വേഗത്തിൽ പ്രവർത്തിക്കും എല്ലാ ഔഷധങ്ങളും. ബട്ട് നോട്ട് ഓൾ ആക്ട് സ്ലോലി. ഇനി അതിൻ്റെ മറുവശം, സ്ലോ സഹജമായി തന്നെ സ്വതവേ തന്നെ സ്ലോ ആക്ടിങ് ആയ ഒരു ഔഷധം അതിൻ്റെ ഉചിതമായ സാഹചര്യത്തിൽ വേഗത്തിൽ പ്രവർത്തിക്കുമെങ്കിലും വേഗത്തിൽ പ്രവർത്തിക്കുന്ന ഔഷധങ്ങൾ സാവകാശത്തിൽ പ്രവർത്തിക്കുകയില്ല. സാവകാശത്തിൽ വരികയും
സുസ്ഥിരമായി നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു രോഗാവസ്ഥയുടെ സാഹചര്യത്തിൽ ഒരു റാപ്പിഡ്ലി ആക്ടിങ് എന്നുള്ള സഹജ സ്വഭാവമുള്ള ഒരു ഔഷധം പ്രവർത്തിക്കുകയില്ല. ആ ഒരു വ്യത്യാസമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ക്രോണിക് ട്രീറ്റ്മെൻറ്റിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. നമുക്ക് 2-3 ഔഷധങ്ങൾ റിപ്പർട്ടൈസ് ചെയ്ത് വരുമ്പോൾ ഈ ഒരു ചിലപ്പോൾ ഒരു ഡിസിസീവ് ഫാക്ടറായിട്ട് ഈ ഒരു റാപ്പിഡിറ്റി ഓഫ് ആക്ഷൻ എന്നുള്ളത് വരും. അപ്പോൾ ശ്രദ്ധിക്കുക, സ്ലോ ആക്ടിങ് മെഡിസിൻ റാപ്പിഡായിട്ട് ആക്ട് ചെയ്യാം, പക്ഷേ റാപ്പിഡ്ലി ആക്ടിങ് മെഡിസിൻ സ്ലോ ആക്ഷന് അത് ഒരിക്കലും യോജിക്കുകയില്ല, അത് നടക്കുകയില്ല. ദ ലോങ്സ്റ്റ് ആക്ടിങ് മേ ആക്ട് ഇൻ അക്യൂട്ട് ഡിസീസസ് ബട്ട് ദ ഷോർട്ട് ആക്ടിങ് കനോട്ട് ലോങ് ഇൻ ക്രോണിക് ഡിസീസസ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷനാണ് എന്ന് പറയുന്നത്. വളരെ നീണ്ടു നിൽക്കുന്ന, ഏറ്റവും അധികം നീണ്ടു നിൽക്കുന്ന ഒരു ഔഷധം, വളരെയധികം ലൈഫ് ലോങ് നീണ്ടു നിൽക്കുന്ന ഔഷധം. സിലീഷ്യയെ കുറിച്ചൊക്കെ എന്തെങ്കിലും പറയുന്നുണ്ട്. അത്തരം ഔഷധങ്ങൾ ഒരു ഷോർട്ട് ആക്ടിങ് കേസ്, ഒരു അക്യൂട്ട് കേസിൽ പ്രവർത്തിക്കും. പക്ഷേ ഒരു അക്യൂട്ട് റെമഡി, വളരെ വേഗത്തിൽ പ്രവർത്തിക്കുന്ന ഒരു അക്യൂട്ട് റെമഡി സാവകാശം സുസ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു ലോങ് സ്റ്റാൻഡിങ് ക്രോണിക് കേസിൽ ഉപകരിക്കുകയില്ല. അതായത് നീണ്ടു നിൽക്കുന്ന ഒരു തലവേദനയ്ക്ക് നിങ്ങൾ ബെൽഡോണ കൊടുത്തതിനെ സുഖപ്പെടുത്താമെന്ന് വിചാരിക്കരുത് എന്ന് അതൊരു മറ്റൊരു ഭാഷയിൽ നമുക്ക് പറയാം. ഗെറ്റ് ദ പേസ്, പ്രവർത്തനത്തിന്റെ വേഗത, ഒരു വേഗതയോട് ചേർന്ന് പോവുക. ദ പീരിയോഡിസിറ്റി ഓഫ് റെമഡീസ്, അതിൻ്റെ പീരിയോഡിസിറ്റി അതും കൂടി നോക്കുക. ഔഷധങ്ങളുടെ പീരിയോഡിസിറ്റി, എവറി ഡേ, എവറി അതർ ഡേ, എവറി തേർഡ് ഡേ, എവറി വീക്ക്, എവറി ഇയർ. ചില ഔഷധങ്ങളിലൊക്കെ ആനുവൽ, ലാക്കസിലൊക്കെ നമ്മൾ കണ്ടത് ആനുവൽ. അങ്ങനെ ആ ഒരു പ്രവർത്തന വേഗതയോടും അതിൻ്റെ പീരിയോഡിസിറ്റിയോടും എപ്പോഴും നീതി പുലർത്തിക്കൊണ്ട് മാത്രമേ ഒരു ഔഷധം സെലക്ട് ചെയ്യാവൂ, വിശേഷിച്ചും ക്രോണിക് കണ്ടീഷനിൽ. കാരണം അക്യൂട്ട് കണ്ടീഷനിൽ ഒരു ക്രോണിക് മെഡിസിൻ ആക്ട് ചെയ്യുന്നിരിക്കും, പക്ഷേ ക്രോണിക് കേസിൽ നേരെ തിരിച്ച് നടക്കില്ല. സം റെമഡീസ് ഹാവ് എ കണ്ടിന്യൂഡ് ഫീവർ, സം എ റെമിറ്റൻസ്, അതേഴ്സ് ആൻ ഇന്റർമിറ്റന്റ് ഫീവർ. ചിലതിൽ ഒരു പനി നീണ്ടു നിൽക്കുന്ന പനിയാകാം, ചിലത് ഇന്റർമിറ്റന്റ് ആകാം, ചിലത് റെമിറ്റന്റ് ആകാം. ഇൻ അക്കോണിറ്റം, ബെൽഡോണ ആൻഡ് ബ്രയോണിയ യു ഹാവ് 3 ഡിഫറെന്റ് പേസസ്. അക്കോണിറ്റം, ബെൽഡോണ, ബ്രയോണിയ, 3 ഡിഫറെന്റ് മോഷൻസ്. മൂന്നിലും ഈ പനിയുടെ ആ ഒരു പോക്ക് 3 തരത്തിലാണ്. 3 ഡിഫറെന്റ് ഫോംസ് ഓഫ് വെലോസിറ്റി, അതിൻ്റെ വേഗത, പനി വർദ്ധിക്കുന്നതിന്റെ വേഗത, പ്രവേഗം, വെലോസിറ്റി, അത് 3 തരത്തിലാണ്. സോയിൻ, സൾഫർ, ഗ്രാഫൈറ്റിസ് ആൻഡ് നാട്രമ്യൂർ ആൻഡ് കാർബോവിച്ച്. ഇനി 4 ക്രോണിക് റെമഡീസ് എടുക്കുകയാണ്. സൾഫർ, ഗ്രാഫൈറ്റിസ്, നാട്രമ്യൂർ, കാർബോവിച്ച്. എ ഡിഫറെന്റ് ഫോം, 4 വ്യത്യസ്ത രൂപങ്ങളാണുള്ളത്. എ ഡിഫറെന്റ് ഡെവലപ്മെന്റ്, ഈ ഔഷധങ്ങളുടെ ആ ഒരു പുരോഗതി, ഒരു പ്രോഗ്രസ്, അത് യോജിക്കുന്ന, അത് കറസ്പോണ്ട് ചെയ്യുന്ന ഒരു ക്രോണിക് സ്റ്റേറ്റിന്റെ വികാസം, അതിൻ്റെ ഒരു മുന്നോട്ടുള്ള പോക്ക്, ഇത് 4 തരത്തിലാണ്. ആ തരം ഏതെന്ന് മനസ്സിലാക്കിയിരിക്കണം. Some would not hesitate in a continued fever to give belladonna, but its complaints come on in great haste, with great violence, and have nothing in their nature like a continued fever. ഒരു കണ്ടിന്യൂഡ് ഫീവർ, സുസ്ഥിരമായി നിൽക്കുന്ന ഒരു പനിക്ക് ബെൽഡോണ കൊണ്ടേ കൊടുത്തു. ബെൽഡോണയുടെ വേഗത, അതിൻ്റെ ഒരു വിഗർ, തീവ്രത, അതൊന്നും അല്ല അവിടെ കാര്യം. അവിടെ ആ ഒരു പേഴ്സിസ്റ്റൻസ്, ഡ്യൂറേഷനാണ്, അതിനോട് ചേർന്നായിരിക്കണം. ദിസ് ഈസ് നോട്ട് ലൈക്ക് ടൈഫോയിഡ്. ഇനി ഒരു ടൈഫോയിഡിന്റെ കാര്യം എടുക്കുകയാണ്, അത് ഇങ്ങനെയല്ല. ബെല്ല ആൻഡ് അക്കോണിറ്റം ഹാവ് നോ മാനിഫെസ്റ്റേഷൻ ഓഫ് ടൈഫോയിഡ് ഈവൻ ഇഫ് ദ സിംറ്റംസ് ആർ പ്രസന്റ്. ഒരു ടൈഫോയിഡ് ഫീവറിൽ നിങ്ങൾക്കത് ബെല്ലഡോണയായിട്ടോ അക്കോണിറ്റമായിട്ടോ തോന്നിയാൽ പോലും അത് ടൈഫോയിഡ് ഫീവറിനത് യോജിക്കില്ല. കാരണം എൻ്റെ നേരത്തെ പറഞ്ഞ ആ പേസ്, ആ പ്രവർത്തന വേഗത, ഒരു ഔഷധത്തിന്റെ പ്രവർത്തന വേഗതയും രോഗാവസ്ഥയുടെ പ്രവർത്തന വേഗതയും തമ്മിലുള്ള ആ ഒരു യോജിപ്പ്, ഒരു സമാന്തര സ്വഭാവം, അത് ടൈഫോയിഡിന് ബെൽഡോണയുമായും അക്കോണിറ്റുമായിട്ടും ഇല്ല. ബി ഷുവർ ദാറ്റ് ദ റെമഡി ഹാസ് നോട്ട് ഓൺലി ദ ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് ബട്ട് ഓൾസോ ദ നേച്ചർ ഓഫ് ദ കേസ്. ഉണ്ടോ, ആ രോഗാവസ്ഥയിലെ ലക്ഷണങ്ങളുടെ ആ ഒരു കൂട്ടം, അത് ഔഷധത്തിലുണ്ടോ എന്ന് മാത്രമല്ല, അതിൻ്റെ സ്വഭാവം, ആ കേസിന്റെ രോഗാവസ്ഥയുടെ സ്വഭാവം. പെട്ടെന്ന് വരുന്നൊരു പനി, തലവേദന, അതുപോലെയല്ല ടൈഫോയിഡ് ഫീവർ. അപ്പോൾ അവിടെ സിംറ്റംസ് സിമിലർ ആണെങ്കിൽ പോലും ആ പേസ്, അതിൻ്റെ പ്രോഗ്രസ്, അതിൻ്റെ ഡ്യൂറേഷൻ വ്യത്യസ്തമാണ്. ദ ടൈഫോയിഡ് കേസ് ഹാസ് എ ലൈക്ക്നെസ് ഇൻ ബ്രയോണിയ
ഓർ റസ്റ്റോക്സ് ബട്ട് നോട്ട് ഇൻ ബെൽ. അയോണിയിൽ കാണാം, റസ്റ്റോക്സിൽ കാണാം, പക്ഷേ ലക്ഷണങ്ങൾ യോജിച്ചു വന്നാൽ പോലും ബെലഡോണയിൽ അതില്ല. അത് ഓർത്തേക്കുക. പറയുമ്പോൾ വളരെ ദുഃഖകരമായ കാര്യമാണ്. ഞാൻ തലവേദന കൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ്. ഗവൺമെന്റ് സർവീസിലുള്ള ഒരു ഡോക്ടറാണ്. അപ്പോൾ ക്വാളിഫിക്കേഷൻ കാര്യം സംശയമൊന്നുമില്ലല്ലോ. അത്യാവശ്യം അവർക്ക് സീനിയോറിറ്റി ഉണ്ട്. അപ്പോൾ അവരുടെ പ്രിസ്ക്രിപ്ഷൻ അവരുടെ പ്രൈവറ്റ് ചേംബറിൽ പോയാൽ ഞാൻ കണ്ടത് അവരെനിക്ക് പ്രിസ്ക്രൈബ് ചെയ്തത് ബെൽഡോണയാണ്. ഒരു പെർസിസ്റ്റന്റ് ആയിട്ടുള്ള ക്രോണിക് കേസിൽ ബെൽഡോണ കൊടുക്കരുത്. ഇനിയാണ് ഒരു സുവർണ വാചകം. ഈ ഒരു പുസ്തകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു വാചകങ്ങളാണ്. വി വോണ്ട് നോ ഒബീഡിയൻസ് ടു മാൻ. നിങ്ങൾ മനുഷ്യനെ അനുസരിക്കേണ്ട. നോട്ട് ഈവൻ ടു അവർ പാരന്റ്സ്. നമ്മളെ മാതാപിതാക്കളെ പോലും അനുസരിക്കേണ്ട. ആഫ്റ്റർ വി ആർ ടോൾഡ് ഇനഫ് ടു തിങ്ക് ഫോർ അവർ സെൽഫ്. നമുക്ക് സ്വയം ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ, ഗ്രഹിക്കാൻ ഉള്ളൊരു പ്രാപ്തി ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനുഷ്യനെയോ നിങ്ങളുടെ രക്ഷകർത്താക്കളെയോ പോലും അനുസരിക്കേണ്ട. പിന്നെ എന്തിനെ അനുസരിക്കേണ്ടത്? വി ഓ ഒബീഡിയൻസ് ടു ട്രൂത്ത്. നാം സത്യത്തിനനുസരിക്കാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. ഈ വാചകം ഞാൻ അന്ന് നീലമഷി കൊണ്ട് ഞാനതിൽ മാർക്ക് ചെയ്ത് വെച്ചാണ്. ഞാനിത് അന്ന് ഈ DTP മറ്റൊന്നുമില്ല, 91 മറ്റുമാണ്. ഞാൻ ലെറ്റേഴ്സ് വാങ്ങാൻ കിട്ടും, വലിയ ലെറ്റേഴ്സ് വാങ്ങി ഈ പുസ്തകങ്ങളെ കവറൊക്കെ ഡിസൈൻ ചെയ്യുന്ന ലെറ്റേഴ്സ് വാങ്ങിയിട്ട് ഈ വി ഓ ഒബീഡിയൻസ് ടു ട്രൂത്ത് എന്നുള്ള ഞാൻ ഒരു വൈറ്റ് കാർഡിൽ ഒട്ടിച്ചിട്ട് ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന മുറിയിൽ എൻ്റെ മുൻപിൽ തന്നെ ഞാൻ അത് ഒട്ടിച്ചു വെച്ചു. അത് പലരും അവിടെ വരുന്ന പലരും വരും, എഴുത്തുകാർ, അങ്ങനെയുള്ള രാഷ്ട്രീയ പ്രവർത്തകർ പലരും വരും. ഇതെന്താണ് ഇത് എഴുതിയത്? 2 അടിയിൽ ജെ.ടി. കെന്റ് എന്ന് എഴുതിയിരുന്നു. അവരോട് ഞാൻ ഹോമിയോപ്പതിയെക്കുറിച്ചും എന്താണ് സത്യം, ഈ സത്യത്തെക്കുറിച്ച് കെന്റ് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നതിനെ കുറിച്ച് ഞാൻ പറയുമായിരുന്നു. അത് കേട്ട് അവർ പറഞ്ഞു കേട്ട് പലരും ഹോമിയോപ്പതി ചികിത്സയിലേക്ക് വന്നിട്ടുമുണ്ട്. നമ്മളൊരു ആപ്തവാക്യം എടുക്കേണ്ടതാണ്. വി ഓ ഒബീഡിയൻസ് ടു ട്രൂത്ത്. നമ്മൾ സത്യത്തോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ സത്യത്തോട് കടപ്പെട്ടിരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരായിരിക്കുന്നു. നമുക്കൊരു ബാധ്യതയുണ്ട്. ഹോമിയോപ്പതി മനസ്സിലാക്കി രോഗത്തിൻ്റെയും രോഗശമനത്തിൻ്റെയും സത്യം, അതിൻ്റെ അന്തസത്ത മനസ്സിലാക്കിയവൻ ആ രീതിയിൽ പോകാൻ കടപ്പെട്ടിരിക്കുന്നു. അവൻ പിന്നെ വഴിമാറി പോകരുത്. ഹോമിയോപ്പതിയിലൂടെ ഡോക്ടർ സാമുൽ ഹൈമാൻ ഈ മാനവരാശിക്ക് വെളിപ്പെടുത്തി തന്ന ആ ഒരു സത്യം, രോഗശാന്തിയുടെ രഹസ്യം, അത് മനസ്സിലാക്കിയവൻ ആ സത്യത്തോട് ചേർന്ന് നിൽക്കാൻ കടപ്പെട്ടിരിക്കുന്നു. അതാണ് ആ കാര്യം. നാട്രമ്യൂർ ഇസ് എ ലോങ് ആക്ടിംഗ് റെമഡി. ഇറ്റ്സ് സിംറ്റംസ് കണ്ടിന്യൂ ഫോർ ഇയേഴ്സ്. നാട്രമ്യൂറിന്റെ പ്രവർത്തനം വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്നു. ഇറ്റ് കൺഫേംസ് ടു സ്ലോ കമ്മിങ്, സാവകാശം വരുന്ന തരം, ലോങ് സ്റ്റാൻഡിങ്, ദീർഘകാലം നിലനിൽക്കുന്നത്, ഡീപ് സീറ്റഡ് സിംറ്റംസ്, ആഴത്തിലുള്ള ലക്ഷണങ്ങൾ, സാവകാശം വരുന്നത്, നീണ്ടു നിൽക്കുന്നത്, ആഴത്തിലേക്ക് കടന്നു പോകുന്നത്, അങ്ങനെയുള്ള ലക്ഷണങ്ങളോടാണ് ഈ നാട്രമ്യൂർ കറസ്പോണ്ട് ചെയ്യുന്നത്. അതിൻ്റെ കറസ്പോണ്ടൻസ് അങ്ങനെയാണ്, അതിൻ്റെ സിമിലാരിറ്റി, അതിൻ്റെ യോജിപ്പ് അങ്ങനെയാണ്. ഇറ്റ് റിക്വയർസ് എ ലോങ് ടൈം ഫോർ എ മാൻ ടു ബി ബ്രോട്ട് അണ്ടർ ഇൻഫ്ലുവൻസ് ഓഫ് ഇറ്റ്. ഇനിയും ശ്രദ്ധിക്കണം, നിങ്ങൾക്കൊരു നാട്രമ്യൂർ പേഷ്യനെ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഫ്ലുവൻസിലേക്ക് ആളെ കൊണ്ടുവരാൻ കുറച്ച് കാലം കാത്തിരിക്കണം, കുറച്ച് കാലം നിൽക്കേണ്ടി വരും. പക്ഷേ അക്യൂട്ട് കണ്ടീഷൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ഒരു സഹോദര കേസ്, ഒരു ഡീപ് സീറ്റഡ് ആണെങ്കിൽ പോലും അക്യൂട്ട് കംപ്ലൈൻസ് ഒരു 3 മാസം കൊണ്ട് പൂർണ്ണമായിട്ട് മാറി. 2 മാസം കൊണ്ട് മാറി. പിറ്റേ മാസം തന്നെ അത്ര വലിയ മെൻസ്ട്രൽ കോളിക്ക് വന്നില്ല. 3rd മന്ത് മുതൽ പിന്നെ അതിനെ ഉണ്ടായിട്ടുമില്ല. പക്ഷെ അത് നീണ്ടു നിൽക്കുന്ന ഒരു പ്രവർത്തനമാണ് അതിൻ്റെ. അപ്പോൾ ആ രോഗിയെ നാട്രമ്യൂറിന്റെ ഇൻഫ്ലുവൻസിലേക്ക് കൊണ്ടുവരാൻ കുറച്ച് സമയം പിടിക്കും, സൂക്ഷിക്കണം. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു കെന്റ് പറയാത്തൊരു കാര്യമുണ്ട്. അനാവശ്യമായിട്ട് റിപ്പീറ്റ് ചെയ്യരുത് എന്നുള്ളൊരു കാര്യം പോലും കൂടി കെന്റിയുടെ പറയാതെ പറയുന്നുണ്ട്. റിപ്പീറ്റ് ചെയ്ത് അതിൻ്റെ പ്രവർത്തനത്തെ അലങ്കോലപ്പെടുത്തരുത്. വളരെ അദൃശ്യമായിട്ടായിരിക്കും ചിലപ്പോൾ അതിൻ്റെ പ്രവർത്തനം. സാവകാശമായതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ രോഗിയോട് ചോദിച്ച് അതിൻ്റെ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല. രോഗി പോലും ശ്രദ്ധിക്കാത്ത നേരിയ മാറ്റങ്ങൾ. നമ്മളൊരു അപ്പിറ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം, ഉറക്കമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം, നമ്മളൊരു മനസ്സിൻ്റെ ഒരു അവസ്ഥ, സന്തോഷത്തിൻ്റെയോ ദുഃഖത്തിൻ്റെ ഒരു അവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം, ഒരു ദാഹവുമായിട്ടോ എന്തെങ്കിലും ആക്കിയിട്ട് നമ്മൾ സോഷ്യൽ ഇൻട്രാക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം വളരെ നിസ്സാരമായിരിക്കാം. നിസ്സാര മാറ്റങ്ങൾ പോലും നമ്മൾ എഴുതി വെക്കണം.
അതുപോലെ നിരീക്ഷിക്കുകയും വേണം. ഇങ്ങനെയുള്ള കേസിൽ ഇങ്ങനെയുള്ള ഔഷധങ്ങൾ കൊടുക്കുമ്പോൾ നമുക്കത് ആ മാറ്റങ്ങൾ ആക്ഷൻ നമ്മൾ നോക്കുമ്പോഴും പുറമേ നിന്ന് പെട്ടെന്ന് നോക്കുമ്പോഴേക്കും ഒരു ആക്ഷനും ഇല്ല, 3 മാസമോ 4 മാസമോ ഒരു ആക്ഷനും ഇല്ല, നിങ്ങൾ വേറെ മാറ്റി കൊടുക്കുക, അല്ലെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്യാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അത് ഗുണം കിട്ടില്ല, അത് നശിച്ചു പോവുകയും ചെയ്യും. ഈവൻ വെൻ മോഡറേറ്റ്ലി സെൻസിറ്റീവ്. അപ്പോൾ സെൻസിറ്റീവ് ആണെങ്കിൽ നമുക്ക് കുറെ കൂടി അതിൻ്റെ ആക്ഷനെ കുറിച്ച് പറയാം. ഇത് മോഡറേറ്റ്ലി സെൻസിറ്റീവ് ആണ് പേഷ്യൻ്റ്, ഒരു ഔഷധത്തിൻ്റെ പ്രവർത്തനം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നടന്നു വരില്ല. അങ്ങനെയാണെങ്കിൽ പോലും ഒരു അനുകൂല സാഹചര്യമല്ലെങ്കിൽ പോലും അങ്ങനെ മനസ്സിലാക്കണം, പ്രവർത്തനത്തിന് ഹോമിയോപ്പതിക് ഔഷധത്തിൻ്റെ പ്രവർത്തനത്തിന് അനുകൂലമായ ഒരു സാഹചര്യം അല്ലെങ്കിൽ പോലും അവിടെ പ്രവർത്തനം ഉണ്ടാകും. അത് സാവകാശമായിരിക്കും, അത് ശ്രദ്ധിക്കണം. ദ ചിൽ കംസ് ഇൻ ദ മോർണിംഗ് അറ്റ് 10:30 എവറി ഡേ, എവറി അതർ ഡേ, എവറി 3rd or 4th ഡേ. അപ്പോൾ അവിടെ പീരിയോസിറ്റി ഉണ്ട്. ചില്ല്, ആ കുളിര് എല്ലാ ദിവസവും രാവിലെ 10:30 വരാം, ഇനി 1 വരാം, 2 ദിവസമായിട്ട് വരാം, 3 ദിവസമായിട്ട് വരാം. ദ ചിൽ ബിഗിൻസ് ഇൻ ദ എക്സ്ട്രീമിറ്റീസ് വിച്ച് ബിക്കംസ് ബ്ലൂ. കൈകാലുകളുടെ അഗ്രങ്ങളിൽ ഈ കുളിർ ആരംഭിക്കുന്നു, അത് നീല നിറമായി തീരുന്നു, ബ്ലൂ കളറേഷൻ. ഒരു കേസ് ഇങ്ങനെ എൻ്റെ ബന്ധത്തിൽപ്പെട്ട ഒരു സ്ത്രീക്ക് ഉണ്ടായിട്ടുണ്ട്, അത് വംശന്റെ തന്നെയായിരുന്നു. ദർ ഈസ് ത്രോബിംഗ് പെയിൻ ഇൻ ദ ഹെഡ്. തലയിൽ വിങ്ങുന്ന വേദനയുണ്ട്. ദ ഫേസ് ഈസ് ഫ്ലഷ്ഡ്. മുഖമാകെ ചോര വന്ന് കയറി, ഇരച്ചു കയറി ചുവന്നിരിക്കും. ഡെലിറിയം, ആകെ സംഭ്രാന്തി, വിഭ്രാന്തി വരുന്നു. ടോക്കിംഗ് ഓഫ് എവറിത്തിങ്, പിച്ചും പേയും പറയുന്നു, എല്ലാത്തിനെ കുറിച്ചും അതും ഇതുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കോൺസ്റ്റന്റ് മാനിയാക്കൽ ആക്ഷൻസ്, സുസ്ഥിരമായ വിഭ്രാന്തി കലർന്ന പ്രവർത്തനങ്ങൾ വരുന്നു. ദ ഗ്രോ വേഴ്സ് ആൻഡ് കൺജസ്റ്റീവ് അറ്റാക്ക് കംസ്. കഞ്ചഷൻ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സർക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ട്, ഇപ്പോൾ മുഖം ഫ്ലഷ് എന്ന് പറഞ്ഞു, അപ്പോൾ തന്നെ കഞ്ചഷൻ ഉണ്ടായെന്ന് പറയുന്നു. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ പോലും ഉണ്ടാകാം. ഡ്യൂറിംഗ് ദ എൻറ്റയർ അറ്റാക്ക് ദർ ഈസ് തേഴ്സ്റ്റ് ഫോർ കോൾഡ് വാട്ടർ. ഈ ഒരു അറ്റാക്ക്, ഈ കഞ്ചസ്റ്റീവ് അറ്റാക്കിൻ്റെ ഉടനീളം ഇപ്പോൾ കാർഡിയാക്ക് പ്രശ്നങ്ങളുണ്ടായി, സർക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമുണ്ടായാൽ അവിടെയും തണുത്ത വെള്ളത്തോടുള്ള താല്പര്യം ഈ പ്രശ്നങ്ങൾ ഉടനീളമുണ്ട്. ഡ്യൂറിങ് ദ കോൾഡ്നെസ് ഹി ഈസ് നോട്ട് അൺഇറിറ്റഡ് ബൈ ഹീറ്റ്. ഈ ഒരു തണുപ്പ് അനുഭവിക്കുമ്പോൾ, എക്സ്ട്രീമിറ്റീസിൽ ആരംഭിക്കും എന്ന് പറഞ്ഞാൽ തണുപ്പ് അനുഭവിക്കുമ്പോഴും ചൂട് കൊണ്ട് സ്വാഭാവികമായും പ്രതീക്ഷിക്കാവുന്ന ഒരു ആശ്വാസം നാട്രമ്യൂർ രോഗിക്ക് ഇല്ല. നോട്ട് അൺഇറിറ്റഡ് ബൈ പൈലിംഗ് ഓൺ ദ ക്ലോത്തിങ്. ഇപ്പൊ തണുപ്പ് രാജ്യങ്ങളിൽ വീണ്ടും സ്വെറ്ററോ അല്ലെങ്കിൽ മഫ്ലറോ എന്തെങ്കിലുമൊക്കെ ഇട്ട് പുതപ്പിച്ചാലും അയാൾക്ക് അതുകൊണ്ട് ഗുണമില്ല. ബട്ട് വാണ്ട്സ് കോൾഡ് ഡ്രിങ്ക്സ്. അയാൾക്ക് ആ ഒരു സാഹചര്യം വേണ്ടത് തണുത്ത പാനീയങ്ങളാണ് വേണ്ടത്. വി വുഡ് നാച്ചുറലി സപ്പോസ് ദാറ്റ് എ പേഴ്സൺ ഫ്രീസിംഗ് ടു ഡെത്ത് വുഡ് വാണ്ട് വാം ഡ്രിങ്ക്സ്, ബട്ട് ദ നാട്രമ്യൂർ പേഷ്യന്റ് കനോട്ട് ബിയർ ദം. തണുത്തുകൊണ്ട് മരിക്കാൻ പോകുന്ന ഒരു മനുഷ്യൻ, ചൂടുവെള്ളം ഏത് സാഹചര്യത്തിനും ആഗ്രഹിച്ചേക്കാവുന്ന ഒരു മനുഷ്യൻ തണുത്ത വെള്ളം ചോദിക്കും, അയാൾ നാട്രമ്യൂർ ആണെങ്കിൽ. കാരണം ചൂടുവെള്ളം ആ സാഹചര്യത്തിലും അയാൾക്ക് താങ്ങാൻ പറ്റില്ല. പേഷ്യന്റ് കനോട്ട് ബിയർ ദം. കണ്ടോ, ചൂടുവെള്ളം കുടിക്കുന്ന, ചൂട് കൊണ്ട് പുതപ്പിക്കുന്ന അയാൾക്ക് താങ്ങാൻ പറ്റില്ല. ദ ടീത്ത് ചാറ്റർ, ഹി ടോസസ് ഫ്രം സൈഡ് ടു സൈഡ്, ദ ബോൺസ് ഏക്ക് ആസ് ഇഫ് ദേ വുഡ് ബ്രേക്ക് ആൻഡ് ദർ ഈസ് വോമിറ്റിംഗ് ആസ് ഇൻ കൺജസ്റ്റീവ് കണ്ടീഷൻസ്. പല്ലിങ്ങനെ നമ്മൾ തണുത്തിട്ട് വിറക്കുന്ന പോലെ വിറക്കും, പല്ലിങ്ങനെ അടിക്കുന്ന സൗണ്ട് കേൾക്കും, ഇടം വല ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കും, ഈ അസ്ഥികൾ ഞെരിഞ്ഞു പോകുന്ന തരത്തിലുള്ള വേദന ഉണ്ടാകും. ഈ ഒരു കണ്ടീഷൻ, ഈ കൺജസ്റ്റീവ് അറ്റാക്കിന്റെ സമയത്ത് അയാൾ ഛർദ്ദിക്കും, ഒത്തിരി പ്രശ്നങ്ങൾ വരും. ഇൻ ദ ഫീവർ ഹീ സോ ഹോട്ട് ദാറ്റ് ദ ഫിംഗേഴ്സ് ആർ ഓൾമോസ്റ്റ് സ്കോച്ച്ഡ് വിത്ത് ദ ഇന്റൻസ് ഹീറ്റ്. ഇനി പനി വരും, നേരത്തെ കുളിർ വരുന്ന അവസ്ഥയാണ്. പനി വരികയാണെങ്കിൽ വിരലിന്റെ അഗ്രഹങ്ങൾ പോലും ചൂട് കൊണ്ട് ചുട്ടുപൊള്ളും. ചുട്ടുപൊള്ളുന്ന ചൂട് വിരലിന്റെ അഗ്രഹങ്ങൾ പോലും അനുഭവപ്പെടും. ഇന്റൻസ് ഹീറ്റ്. ആൻഡ് ഹി ഗോസ് ഇൻ എ കൺജസ്റ്റീവ് സ്ലീപ്പ് ഓർ സ്റ്റുപ്പർ. ആ ഒരു അവസ്ഥയിലും ഇയാളിങ്ങനെ ഒരു മയങ്ങിപ്പോകുന്നു, ഒരു സ്റ്റുപ്പറിലേക്ക്, മയക്കത്തിലേക്ക് വീണു പോകുന്നു. ദ സ്വീറ്റ് റിലീവ്സ് ഹിം. ആ ഒരു അവസ്ഥയിൽ വിയർക്കുന്നത് അയാൾക്ക് സമാശ്വാസം കൊടുക്കും. വേക്കിംഗ് ഓൾ ഓവർ ഈസ് അമീറഡ് ബൈ സ്വെറ്റ്. അപ്പൊ ഇങ്ങനെയുള്ള വേദന, അസ്ഥികൾ പോലും നോക്കുന്ന വേദന വിയർക്കുന്നതുകൊണ്ട് ശമനം കിട്ടും. ആൻഡ് ഇൻ ടൈം ദ ഹെഡ് ഏക്ക് പാസസ് അവേ. ആ സമയം കൊണ്ട് തലവേദന കടന്നു പോകും. ദർ ഇസ് ഇന്റൻസ് ചിൽ, ഫീവർ ആൻഡ് സ്വെറ്റ്. കടുത്ത കുളിരും കടുത്ത ചൂടും വിയർപ്പും, ഇത് മൂന്നും നാട്രമ്യൂറുണ്ട്. കടുത്ത തണുപ്പ്, കടുത്ത ചൂട്, വല്ലാത്ത വിയർപ്പ്. അപ്പോൾ നാട്രമ്യൂർ വളരെ വിചിത്രമായ, വളരെ തനിമയുള്ള ഒരു ഔഷധമാണ്.
അതിൻ്റെ തന്മയോടുകൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതിലൂടെ ഹോമിയോപ്പതിയുടെ നിരവധി തത്വങ്ങൾ കേന്ദ്രങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ എപ്പോഴും മനസ്സിലോർക്കുക. വിജയകരമായ പ്രാക്ടീസിന് ഉപകരിക്കും. തുടർന്ന് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.